അയാളിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണല്ലോ. ഏത് ഒളിവ് സങ്കേതത്തിൽ നിന്നായിരുന്നാലും അറസ്റ്റ് ചെയ്യാനുള്ള ശേഷിയും തൻ്റെ ഇടമൊക്കെ ഉള്ള പോലീസാണല്ലോ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ താമസിച്ചെന്ന് വരും. പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ന്യായമായ ചോദ്യമാണ്. അതൊരു കേരളത്തിൻ്റെ സംസ്കാരം കൂടിയാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്വീകരിക്കേണ്ട നിയമ നടപടികളെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വ്യക്തത ഉണ്ടാവാം. അപ്പോൾ അയാളിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണല്ലോ. ഏത് ഒളിവ് സങ്കേതത്തിൽ നിന്നായിരുന്നാലും അറസ്റ്റ് ചെയ്യാനുള്ള ശേഷിയും തൻ്റെ ഇടമൊക്കെ ഉള്ള പോലീസാണല്ലോ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ താമസിച്ചെന്ന് വരും. പക്ഷേ ഇത്രയും കോലാഹലം ഉണ്ടാക്കി ഒരു കുട്ടിയുടെ ജീവിതം തകർത്ത്, ഒരു കുട്ടിയുടെ മാത്രമല്ല നിരവധി എന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്രയും ധൈര്യവാൻ ഇങ്ങനെ പേടിച്ച് ഓടി പോവുകയാണ്. അത്ര പേടിയുണ്ടെങ്കിൽ എന്തിനാ ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നെ പോകുന്നത്? അതാണ് അയാൾ വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ അയാൾക്ക് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു നിമിത്തം പോലെ കിട്ടിയതാണ് ജയിൽവാസം. എപ്പോഴെങ്കിലും പറയണ്ടേ ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്ന്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്, എന്തിനു വേണ്ടിയാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നമാണുള്ളത്. ഈ രാഹുൽ ഈശ്വരൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളവും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതിനെ സംബന്ധിച്ചിടത്തോളവും ജനങ്ങളുടെ മനസ്സിൽ ഒരു നേതാവായി മാറുന്നത് എപ്പോഴാണെന്ന് സംബന്ധിച്ചിടത്തോളം എന്താ ധരിച്ചിരിക്കുന്നത്? വന്ന് ടെലിവിഷനിൽ എല്ലാ ദിവസവും വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകുക, ആരെയും എന്തും പറയുക. അപ്പം അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ തന്നെ പറയുന്ന ഒരു എന്താ പറയുക, തീരെ നിലവാരമില്ലാത്ത പോലെ തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റെയും. രണ്ടുപേരുടെ ഒരേ ഭാഷയാണെന്ന് പറയാതെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗമൊക്കെ വ്യക്തിയാധിക്ഷേപത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിക്കോട്ടെ, ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഷാദിരികളുണ്ടായിരുന്നു. എ കെ ആൻ്റണിയെ വിമർശിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ ഞാൻ നിയമസഭയിൽ പിന്നെ വല്ലാതെ വിമർശിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ചെന്നൊരു പേപ്പറും കൊണ്ടുവന്ന് ഒപ്പിട്ട് വാങ്ങുന്ന കൂട്ടത്തിലാണ്. പക്ഷേ വിമർശിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ ബഹുമാനത്തോടു കൂടിയാണ്. ഇയാളുടെ ഒരു പ്രസംഗം എത്ര അഹങ്കാരി ധിക്കാരിയാണെന്ന് നോക്കണം. എടാ വിജയ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിളിക്കുകയാണ്. അപ്പോൾ ഈ ജാതി ആൾക്കാരാണ് കോൺഗ്രസ്സിനിപ്പം 2ാം നിരയെന്നോ 3ാം നിരയെന്നോ നേതാക്കളെന്നുള്ള നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പരാതി വരുന്നത് വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് പിന്നെ വരട്ടെ, ഞാനതിന് നിയമപരമായി നേരിടും, എന്ത് പ്രതിസന്ധി വന്നാൽ ഞാൻ ചങ്കുറപ്പോടെ നേരിടുന്നൊക്കെ വെല്ലുവിളിച്ച് രാഹുലാണ് ഇപ്പോൾ ഓടി മാളത്തിൽ ഒളിച്ചോടിയിരിക്കുന്നത്. ഇവൻ്റെ ചങ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഒരു ചങ്കുറപ്പുമില്ല. അവൻ വിറയ്ക്കുകയാണ്, ഇപ്പോൾ കിടുകിട വിറയ്ക്കുകയാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവവികാസങ്ങളാകെ തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ അന്വേഷണം നടത്താമല്ലോ. അന്വേഷണം നടത്തിയാൽ ജയിലിടിഞ്ഞാൽ പുറത്തു വരാൻ കഴിയാത്ത നിലയിലുള്ള ശിക്ഷ ന്യായമായി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമജ്ഞന്മാർ പറയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ പോലും രാഹുൽ ഇപ്പോൾ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ധൈര്യമായി വന്ന് ഈ പറയുന്ന നിയമ സംവിധാനങ്ങളോട് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കായിരുന്നു വേണ്ടത് രാഷ്ട്രീയക്കാരെന്ന നിലയിൽ. ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസ് ഈ ജാതി ആൾക്കാരെ ഇനി ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്താക്കുകയാണ്. കാരണം പിന്നെ ഡയലോഗ് ടെലിഫോണിലൂടെയുള്ള ഡയലോഗ് നമ്മളെല്ലാവരും കണ്ടല്ലോ, പ്രഭാഷണം, അവർ തമ്മിലുള്ള സംഭാഷണം. മനസ്സാക്ഷിയുള്ളവൻ സഹിക്കുമോ? ഒരു പെൺകുട്ടിയുടെ സംഭാഷണം എത്ര ദയനീയമാണ്, എത്ര ദയനീയമായിട്ടും ഹൃദയഭേദകമായിട്ടുള്ള സംഭാഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കൊല്ലുമെന്നൊക്കെ എത്ര പ്രാവശ്യമാണോ കൊല്ലുമെന്നെല്ലാം പിന്നെ പറയുന്നത്. അങ്ങനെയുള്ള അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി KPCCയുടെ മുൻ പ്രസിഡൻറ്റ് എന്താണ് ഈ കോൺഗ്രസ് എവിടെ ചെന്നിരിക്കുകയാണ്? ഏതാണ്ട് വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി, മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസ് തന്നെ ഇപ്പോൾ തകർന്നത് തരിപ്പണമായി. ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ജാതി ആൾക്കാർക്കല്ലേ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് എന്നുള്ള നിലയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അല്ല, അത് കോൺഗ്രസിൻ്റെ പിന്നെ AK ആന്റണി സാർ ഒന്നും വേണ്ടിയില്ലല്ലോ ഇതിനെ സംബന്ധിച്ചിടത്തോളം. VM സുധീരൻ സാറ് പിന്നെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിഷ്പക്ഷമതിയായി നിന്നുകൊണ്ട് ധീരമായി പറയുന്ന ആളൊന്നും വേണ്ടിയില്ലല്ലോ. ഏറ്റവും പ്രധാനം എനിക്കൊരു അതിശയം തോന്നിയത് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. എന്തിന് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളാണ്, ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ലല്ലോ. അപ്പോൾ ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നുള്ള ഓരോ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഈ കോൺഗ്രസ്സിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരുടെ കാലഘട്ടമാണെന്നുള്ള കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലുള്ള ആൾക്കാരുടെ കാലഘട്ടമാണ്, അവരുടെ കയ്യിലാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരു സീനിയർ നേതാവ് എൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച പിന്നെ ആൻസറല്ല, ഉത്തരവല്ല ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന പോലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിൽ പോലും തള്ളാതെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മാന്യമായ ഭാഷ ഉപയോഗിച്ചെന്നുള്ളൂ രണ്ടുപേരും പറയാൻ ഉദ്ദേശിച്ച ഒരേ കാര്യമാണ്. രാഹുൽ ഈശ്വർ ഒന്ന് മനസ്സിലാക്കേണ്ടത് കണ്ണാടിയുടെ എടുത്ത് വെച്ച് നോക്കണം. അത് നന്നായിരിക്കും. ഞാൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാൻ ആരോ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ അഭിപ്രായ പ്രകടനമൊക്കെ തന്നെ ഇവിടെ പിന്നെ ഒരു ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഉള്ള സീൻ ഞാൻ ടെലിവിഷനിലൂടെ കണ്ടു. ഞാൻ നാളെ മുതൽ ജയിലിൽ നിരാഹാരം കിടക്കാൻ വേണ്ടി പോകുന്നു. പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി പറയുമായിരുന്നു, നിരാഹാരം പ്രഖ്യാപിക്കും, അത് വലിയൊരു സംഭവമായി മാറും. ഇയാളെന്താ ധരിച്ചിരിക്കുന്നത്? ഇയാൾ നിരാഹാരം കിടന്നവരുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിരാഹാരം കിടക്കുന്നതാണ് ധരിച്ചിരിക്കുന്നത്. ഇയാളവിടെ പട്ടിണി കിടന്ന് പിന്നെ പട്ടിണി കിടന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതല്ലാതെ വേറെ ആർക്കാണ് അവിടെ ഛേദം? അയാൾക്കുള്ള ഛേദമല്ലാതെ ഇവിടെ ആർക്കാണ് ഛേദം? അപ്പോൾ ഈ ജാതി പ്രഖ്യാപനങ്ങളെ കൊണ്ടല്ലോ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ജനങ്ങൾക്കൊരു മുട്ടുസൂചിയുടെ ഉപകാരമുള്ള കാര്യമാണെങ്കിൽ തന്നെ ജനങ്ങൾ ആരെങ്കിലും വന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറയാം. ജനങ്ങൾ 100% കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി പിന്നെ ഇരയോടൊപ്പം നിൽക്കുന്ന ഒരു പിന്നെ പ്രശ്നം, ആ ഇരയെ വീണ്ടും വീണ്ടും ഇട്ട് തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാവാലികൻ, യഥാർത്ഥത്തിൽ അയാളെ കാവാലികൻ എന്നുള്ളൊരു വാക്കുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അയാൾ നിരാഹാരം കിടന്ന ഇവിടെ ആർക്കാ ചെയ്തം? ഇത് ലോകത്ത് തന്നെ നടക്കാത്ത പിന്നെ പീഡനമാണ് ഈ കാര്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ലോകത്ത് തന്നെ ഈ നിലയിലൊരു പീഡനം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അത്ര വലിയ പീഡന വീരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഈശ്വറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ രാഹുൽ ഈശ്വറിന് യഥാർത്ഥ വസ്തു എന്താണെന്ന് മനസ്സിലാവും. അത് നിയമപരമായി ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുക, അപ്പോൾ മര്യാദ പിടിച്ചോളൂ. അല്ല, അവർ കേരള പോലീസ് ഇത്തരം കേസുകളൊക്കെ തന്നെ അന്വേഷിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പിന്നെ സേനയാണല്ലോ, അവരാ നടപടി സ്വീകരിക്കും.